ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ്റെ പിന്നാലെയാണ് മാധ്യമങ്ങൾ. എന്താ സുരേന്ദ്രനെ വിമർശിക്കുന്ന എന്തെങ്കിലും ഒരു ബൈറ്റ് കിട്ടിയാൽ അത് ഉപകാരപ്പെടുമെന്നാണ് മാധ്യമങ്ങളും ഇപ്പം പ്രതീക്ഷിക്കുന്നത്. പക്ഷേ അങ്ങനെയല്ല ശോഭാ സുരേന്ദ്രൻ്റെ പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. വലിയ രീതിയിൽ തന്നെ വി ഡി സതീശനെ വിമർശിക്കുകയാണ്, വി ഡി സതീശനെ വെല്ലുവിളിക്കുകയാണ്. ഈ പാലക്കാട് നഗരസഭയിൽ ഒരു സീറ്റെങ്കിലും വർദ്ധിപ്പിക്കാനുള്ള കഴിവ് വി ഡി സതീശന് ഉണ്ടോ എന്ന് ചോദിക്കുന്നു. അതോടൊപ്പം തന്നെ തിരുവനന്തപുരവും തൃശ്ശൂരും അടുത്ത തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ അധികാരം പിടിക്കുമെന്നും ശോഭാ സുരേന്ദ്രൻ വെല്ലുവിളിക്കുകയാണ്. ശോഭാ സുരേന്ദ്രൻ അങ്ങനെ പറയാൻ ഒരു കാരണമുണ്ട്. ആ കാരണം എന്ന് പറഞ്ഞാൽ സന്ദീപ് വാര്യർ ശോഭാ സുരേന്ദ്രനെ കോൺഗ്രസ്സിലോട്ട് ക്ഷണിച്ചിട്ടുണ്ട്. ഇങ്ങനൊരു ബൈറ്റ് അല്ലെങ്കിൽ ഒരു കുപ്രചരണം നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ശോഭാ സുരേന്ദ്രൻ പ്രധാനമായിട്ടും ഈ കാര്യം ഇങ്ങനെ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ വി ഡി സതീശനെ കടന്നാക്രമിക്കുന്നത്. സന്ദീപ് വാര്യർ ശോഭാ സുരേന്ദ്രൻ വലിയ രീതിയിലുള്ള അതൃപ്തി ബി ജെ പിയിൽ നേരിടുകയാണെന്നും അതുകൊണ്ട് തന്നെ സന്ദീപ് വാര്യർ ശോഭേച്ചിയെ എങ്ങനെയെങ്കിലും കോൺഗ്രസ്സിലോട്ട് കൊണ്ടെത്തിക്കാം എന്നുള്ളൊരു കാൽക്കുലേഷനിൽ ഇരിക്കുന്നു എന്നുമാണ് നമുക്കറിയാനായിട്ട് സാധിക്കുന്നത്. പക്ഷേ കോൺഗ്രസ് അതിന് പച്ചക്കൊടി കാണിച്ചിട്ടുണ്ട്. കാരണം കോൺഗ്രസ് ഇപ്പോഴും വിശ്വസിക്കുന്നത് ഓപ്പറേഷൻ സന്ദീപ് എന്ന് പറയുന്നത് കോൺഗ്രസ് പാർട്ടിക്ക് വലിയ വിജയമായിരുന്നു എന്നുള്ളതാണ്. പോരാത്തതിന് ഈ സന്ദീപ് വാര്യരുടെ ഈ ഒരു വന്നല്ലോ ഇങ്ങോട്ട്. അപ്പോൾ പാലക്കാട് പിന്നെ ഷാഫി മാങ്കൂട്ടത്തിൽ ഷാഫിയല്ല നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൽ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ ജയിക്കുകയും ചെയ്തു. അങ്ങനെ ജയിച്ചൊരു സാഹചര്യത്തിൽ സന്ദീപ് വാര്യർ ഇവിടെ വന്നപ്പോൾ നമുക്ക് ഇത്രയും ഒരു മേൽക്കൈ ഉണ്ടായി. പിന്നെ ബി ജെ പിയുടെ സ്റ്റാർ മുഖമായിട്ടുള്ള ശോഭാ സുരേന്ദ്രൻ കൂടെ ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ അത് വലിയ രീതിയിൽ ഞങ്ങൾക്ക് ഒരു ബൂസ്റ്റ് കിട്ടും. അല്ലെങ്കിൽ അടുത്ത 2026 വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ പ്രചാരണ ആയുധമാക്കി ബി ജെ പിക്കെതിരെ ഉയർത്താം, സി പി എമ്മിനെ അതിലൂടെ അടിച്ചു തകർക്കാം. പിന്നെ സി പി എമ്മിന് കോൺഗ്രസ് ബി ജെ പി ആവുന്നു എന്ന് പറഞ്ഞാൽ ആരോപണം ഉന്നയിക്കാൻ പറ്റില്ല, കേരളത്തിലെങ്കിലും അറ്റ്ലീസ്റ്റ്. അങ്ങനെ ഒരു സംഭവമുണ്ട്. അതുകൊണ്ടാണ് ശോഭാ സുരേന്ദ്രൻ ഇപ്പോൾ വി ഡി സതീശനെ വിമർശിച്ചു തുടങ്ങിയിരിക്കുന്നത്. ശോഭാ സുരേന്ദ്രൻ വി ഡി സതീശനെ വിമർശിച്ചു തുടങ്ങിയത് മാത്രമല്ല, ശോഭാ സുരേന്ദ്രൻ അഗ്രസീവായിട്ട് കോൺഗ്രസിനെ കടന്നാക്രമിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതായത് പന്തയത്തിന് തയ്യാറുണ്ടോ എന്നാണ് വി ഡി സതീശനോട് ചോദിക്കുന്നത്. പന്തയത്തിന് തയ്യാറുണ്ടോ? ഇത് കേൾക്കുന്ന ചില നിരീക്ഷകരൊക്കെ പറയും ശോഭാ സുരേന്ദ്രനും ഒക്കെ ആവേശ സംഖ്യകളാണെന്ന് പറയും. കാരണം ഇവർ ഈ കാര്യങ്ങൾ വളരെ എക്സാജറേറ്റ് ചെയ്ത് പറയും. ഇപ്പോൾ സുരേന്ദ്രൻ 35 സീറ്റ് കിട്ടും, പെട്രോളിന് 50 രൂപയാവും, പാലക്കാട് നമ്മൾ പിടിച്ചിരിക്കും, ഇത്ര ഭൂരിപക്ഷമൊക്കെ പ്രവചിച്ചു കളയും. പറയാനിരിക്കാൻ നിവൃത്തിയില്ല. അവസാനം എല്ലാ ട്രോളുകളാറി മാറുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. അതുപോലെ ശോഭാ സുരേന്ദ്രൻ ഇപ്പോൾ പന്തയം വയ്ക്കാൻ പോയിരിക്കുകയാണ് വി ഡി സതീശനോട്. പാലക്കാട് നഗരസഭയിൽ മുനിസിപ്പാലിറ്റിയിൽ നിങ്ങൾ UDF ഒരു സീറ്റെങ്കിലും അധികം പിടിച്ച് കാണിക്കാമോ എന്നാണ് ശോഭാ സുരേന്ദ്രൻ പറയുന്നത്. അതിൻ്റെ ആവശ്യമൊന്നുമില്ല, പന്തയം വയ്ക്കേണ്ട, രാഷ്ട്രീയത്തിൽ അങ്ങനെ പന്തയം വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ഒരു പന്തയത്തിന് തയ്യാറുണ്ടോ എന്ന് ചോദിക്കുന്നത്. ഇത് പന്തയത്തിന് തയ്യാറുണ്ടോ എന്ന് ചോദിക്കാനുള്ള കാരണം വി ഡി സതീശൻ ശോഭാ സുരേന്ദ്രനെ വെല്ലുവിളിച്ചു. അതായത് പാലക്കാട് ഇനി UDF പിടിക്കും. സന്ദീപ് വാര്യർ അടക്കം പറഞ്ഞ കാര്യമാണ്, പാലക്കാടും കയ്യിൽ നിന്ന് പോവുകയാണ്, അതിന് UDF പിടിക്കാൻ പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് ശോഭാ സുരേന്ദ്രൻ പൊടുന്നനെ ഇറങ്ങി വന്ന് പന്തയത്തിന് തയ്യാറുണ്ടോ, പാലക്കാട് ഒരു ചുക്കും നടക്കാൻ പോകുന്നില്ല, ഞങ്ങൾ തന്നെ അധികാരത്തിൽ വരും, നിങ്ങൾ ഒരു സീറ്റെങ്കിലും കൂടുതൽ കാണിച്ച് പിടിക്കുമെന്നാണ് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞിരിക്കുന്നത്. പിന്നെ വേറൊരു കാര്യം കൂടെ ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു, തിരുവനന്തപുരവും തൃശ്ശൂരും. തൃശ്ശൂർ ഇപ്പോൾ CPM ആണ് ഭരിക്കുന്നത്, തൃശ്ശൂർ കോർപ്പറേഷൻ ആണെന്ന് തോന്നുന്നല്ലേ, കോൺഗ്രസിൻ്റെ ഒരു വിമതൻ്റെ സഹായത്തോടു കൂടി. അവിടുത്തെ മേയറൊക്കെ സുരേഷ് ഗോപിയുടെ വലിയ ചങ്കാണെന്നൊക്കെ വലിയ വിമർശനമൊക്കെ മേയർക്കെതിരെ ഉണ്ടായിട്ടുണ്ട്. സുരേഷ് ഗോപിയുടെ നിൽക്കുന്നു നടക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. പോരാത്തതിന് തൃശ്ശൂർ എടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ഇപ്പോൾ. കാരണം തൃശ്ശൂർ പല BJP നേതാക്കന്മാർക്കും കണ്ണുള്ളൊരു മണ്ഡലമാണ്. പക്ഷേ അവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ BJPക്കല്ല തൃശ്ശൂർ വോട്ട് കിട്ടിയത്, സുരേഷ് ഗോപിക്കാണ് തൃശ്ശൂർ വോട്ട് കിട്ടിയത്. 7 മണ്ഡലങ്ങളുണ്ട് തൃശ്ശൂരിൽ. തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ 7 നിയമസഭാ മണ്ഡലങ്ങളുണ്ട്. ഈ 7 നിയമസഭാ മണ്ഡലങ്ങളിൽ ഗുരുവായൂർ ഒഴിച്ച് ബാക്കി എല്ലാ മണ്ഡലത്തിലും സുരേഷ് ഗോപി ഒന്നാമതെത്തി. ഗുരുവായൂർ മുസ്ലിം ഭൂരിപക്ഷ മണ്ഡലമാണ്, അവിടെ മാത്രം സുരേഷ് ഗോപി 2ഓ 3ഓ ആയി. ഈ തൃശ്ശൂർ കോർപ്പറേഷൻ പിടിക്കണമെങ്കിൽ യഥാർത്ഥത്തിൽ നല്ല പോലെ പണിയെടുക്കേണ്ടി വരും. പോരാത്തതിന് സുരേഷ് ഗോപി വന്ന് വായിട്ടലച്ചാലൊന്നും തൃശ്ശൂർ കോർപ്പറേഷൻ വരില്ല. അതിന് നല്ല രീതിയിലുള്ള കാൻഡിഡേറ്റ്സ് വേണം, ജനങ്ങളെ അടുത്തറിയാവുന്ന കാൻഡിഡേറ്റ്സ് വേണം. കഴിഞ്ഞ ദിവസം തൃശ്ശൂരിലെ മേയർ സ്ഥാനാർത്ഥി ആരായിരുന്നു അറിയാമോ? ശ്രീതിന് ഗോപാലകൃഷ്ണൻ. അദ്ദേഹം പരാജയപ്പെട്ടു, BJPയുടെ സിറ്റിംഗ് അതെ, അദ്ദേഹം പരാജയപ്പെട്ടു. പക്ഷേ അദ്ദേഹവും ഇതുപോലെ വീമ്പിളക്കിയിരുന്നു, പിടിക്കുമെന്ന് പറഞ്ഞു. പക്ഷേ
അദ്ദേഹം പരാജയപ്പെട്ടതിന് ശേഷം ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു, ഞാൻ ഇനി പുറത്തുണ്ടാകും. അതെ, കേരളത്തിലെ ഡൊണാൾഡ് ട്രംപ്. ആ സമയത്ത് അദ്ദേഹവും ഡൊണാൾഡ് ട്രംപ് ഒരുമിച്ചാണ് പരാജയപ്പെട്ടത്. ഡൊണാൾഡ് ട്രംപ് അവിടെ പരാജയപ്പെട്ടു. അപ്പോൾ ഡൊണാൾഡ് ട്രംപ് അവിടെ പറഞ്ഞിരുന്നു ഞാൻ പരാജയപ്പെട്ടിട്ടില്ല. അപ്പോൾ കേരളത്തിലെ ഡൊണാൾഡ് ട്രംപായിട്ട് അദ്ദേഹത്തിന് ഇവിടെ വലിയ രീതിയിൽ വാഴ്ത്തപ്പെടുന്നൊരു ട്രോൾ ചെയ്യുന്ന സാഹചര്യം ഞാൻ കാണുന്നുണ്ടായിരുന്നു. എന്തായാലും ഈ തൃശ്ശൂർ കോർപ്പറേഷൻ പിടിക്കുക എന്ന് പറഞ്ഞാൽ ടാസ്ക്കാണ്. അത് കുറച്ച് പാട് പിടിച്ച പണിയാണ്. അത് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നുമില്ല. തൃശ്ശൂർ വലിയ പാടുള്ള ഒരു സംഭവമാണ്. അങ്ങനെയാണെങ്കിൽ സുരേഷ് ഗോപി എഫക്റ്റിൽ ചേലക്കര എന്തുകൊണ്ടാണ് പിടിക്കാത്തതെന്ന് പല ആൾക്കാരും ചോദിക്കുന്നുണ്ട്. ചേലക്കര പക്ഷേ ആലത്തൂർ മണ്ഡലമാണെങ്കിൽ പോലും തൃശ്ശൂരിലാണല്ലോ ചേലക്കര. ആലത്തൂർ മണ്ഡലം പാലക്കാടും തൃശ്ശൂർ വ്യാപിച്ച് കിടക്കുന്നൊരു മണ്ഡലമാണ്. ഇനി നേരെ തിരുവനന്തപുരത്തേക്ക് വന്നു കഴിഞ്ഞാൽ സാധ്യതയുണ്ട്. തിരുവനന്തപുരത്ത് ചെറിയ സാധ്യതയൊക്കെയുണ്ട്. ആ സാധ്യത എന്ന് പറഞ്ഞാൽ BJP കഴിവൊന്നും കൊണ്ടുള്ള സാധ്യതയല്ല. ഇവിടുത്തെ മേയറുണ്ടല്ലോ നമ്മുടെ, ആ മേയർ BJPക്ക് വേണ്ടി പണിയെടുക്കുന്നത് കൊണ്ടാണ്. കാരണം അഹോരാത്രം മേയർ BJPക്ക് വേണ്ടി പണിയെടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചന്ദ്രശേഖറിൻ്റെ വോട്ടെണ്ണിയപ്പോൾ മുടവൻമുകൾ വാർഡ് പോലും മേയറുടെ കയ്യിൽ നിന്ന് പോകുന്ന കാഴ്ച, അവിടെ വരെ BJPയാണ് ലീഡ് ചെയ്തത്. ആ കാഴ്ച നമ്മൾ കണ്ടു. 1. രണ്ടാമത്തെ കാര്യം, ശിവൻകുട്ടിയുടെ വാർഡ് കയ്യിൽ നിന്ന് പോയി. 2. GR അനിലിൻ്റെ വാർഡ് കയ്യിൽ നിന്ന് പോയി. 3. അങ്ങനെ എല്ലാ ആൾക്കാരുടെ വാർഡും കയ്യിൽ നിന്ന് പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അത് തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ്റെ നിഷ്ക്രിയത്വം, കെടികാര്യസ്ഥത, ആര്യ ഒന്നും ചെയ്യുന്നില്ല. അതൊക്കെ കൊണ്ടുള്ള ഇപ്പോൾ ജോയിയുടെ വിഷയത്തിൽ തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇരമ്പിയതാണ്. അതിനു മുമ്പ് മേയറിൻ്റെ വേറൊരു വിഷയം ഉണ്ടായല്ലോ, യദുവുമായിട്ടുള്ള ബസ്സിൻ്റെ വിഷയം. ബസ് തടഞ്ഞു നിർത്തി ബസ് ഡ്രൈവറെ തെറി പറഞ്ഞൊരു വിഷയമുണ്ടല്ലോ. അപ്പോൾ അത് വലിയ രീതിയിൽ ജനങ്ങളുടെ മനസ്സിൽ ഉണ്ട്. അപ്പോൾ അടുത്ത തദ്ദേശ തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ അവർ കാണിച്ചു തരാമെന്നുള്ള രീതിയിൽ അവിടെ ഇരിക്കുകയാണ്. അത് വേറെ കാര്യം. പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ CPM കൃത്യമായിട്ട് അവരുടെ പവർ കാണിച്ചില്ലെങ്കിൽ അത് നിയമസഭാ തെരഞ്ഞെടുപ്പിനെ ബാധിക്കും. അതാണ് CPM ഒരു കുഴപ്പമെന്ന് പറയുന്നത്. അവർക്ക് കാറ്റ് ഇടത്തോട്ട് വീശുന്നു എന്ന് കാണിക്കാനായിട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പ് ജീവൻ മരണ പോരാട്ടമാണ്. അതുകൊണ്ട് അവരും എന്ത് ചെയ്യുമെന്ന് നമ്മൾ കണ്ടറിയണം കേട്ടോ. അങ്ങനത്തെ ഒരു സാഹചര്യമാണ് നിലവിൽ. അവർക്ക് അനുകൂലമായൊരു വിഭജനം നടന്നിട്ടുണ്ടല്ലോ, വാർഡ്. അതിലാണ് അവരുടെ പ്രതീക്ഷ. കാരണം അവർക്ക് അനുകൂലമാക്കി അവർ സകല വാർഡുകളും വിഭജിച്ച് അവർ കൃത്യമായിട്ട് കാര്യങ്ങൾ കണക്ക് കൂട്ടി മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ 70 നിയമസഭാ മണ്ഡലങ്ങളിൽ അടിസ്ഥാന വോട്ടുകൾ അവർ കൃത്യമായി ഉറപ്പിച്ചു വെച്ചിട്ടുണ്ട്. അവിടെ നമുക്ക് തോൽവി സംഭവിക്കില്ല, അവിടെ വോട്ട് ചോർച്ച ഉണ്ടാവില്ല, അവിടെ അടിത്തറയൊന്നും ഇളകില്ല എന്ന് പറയുന്നത് പോലെ, അതുപോലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പിടിക്കാനുള്ള ഒരു നീക്കമാണ് ഈ തദ്ദേശ സ്വയംഭരണ വാർഡുകളുടെ പുനർനിർണ്ണയം എന്ന് പറയുന്നത്. അപ്പോൾ വാർഡുകളുടെ പുനർനിർണ്ണയം വരുമ്പോൾ അത് CPM വലിയ ആശ്വാസമാകുന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. എങ്കിലും തിരുവനന്തപുരത്ത് BJPക്ക് പ്രതീക്ഷയുണ്ട്. ഈ പ്രതീക്ഷയാണ് ഇവരുടെ പ്രശ്നമെന്ന് പറയുന്നത്. പ്രതീക്ഷ ഒട്ടുമേ ഇല്ലാത്തൊരു മണ്ഡലമായിരുന്നല്ലോ തൃശ്ശൂർ. അവിടെയല്ലേ സുരേഷ് ഗോപി ഒന്ന് ജയിച്ചിട്ട് പോയത്. പ്രതീക്ഷയുള്ള മണ്ഡലം തിരുവനന്തപുരം, നേമം, വട്ടിയൂർക്കാവ്. തിരുവനന്തപുരത്തെ എല്ലാ നിയമസഭാ മണ്ഡലങ്ങളും BJPക്ക് പ്രതീക്ഷയാണ്. തിരുവനന്തപുരം നേമം പ്രതീക്ഷയുണ്ട്, വട്ടിയൂർക്കാവ് പ്രതീക്ഷയുണ്ട്. 2019 മിസോറാം ഗവർണറായിട്ട് കുമ്മനം രാജശേഖരൻ രാജിവെച്ച് ഇവിടെ വന്ന് നിന്ന് ലോക്സഭയിൽ മത്സരിച്ചപ്പോൾ വട്ടിയൂർക്കാവ് ഒന്നാമതായിരുന്നു കുമ്മനം രാജശേഖരൻ. അങ്ങനെയാണ് പിന്നീട് വട്ടിയൂർക്കാവ് ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അവിടെ സുരേഷിനെ നിർത്തിയത്. നമ്മുടെ BJPയുടെ മുൻ ജില്ലാ പ്രസിഡന്റ് സുരേഷ് ഉണ്ടല്ലോ, സുരേഷിനെ നിർത്തി അദ്ദേഹം തോറ്റുപോകുന്ന കാഴ്ച നമ്മൾ കാണാനായിട്ട് സാധിച്ചത്. അപ്പോൾ അങ്ങനെ വട്ടിയൂർക്കാവിൽ പ്രതീക്ഷയുണ്ട്, തിരുവനന്തപുരം മണ്ഡലത്തിൽ പ്രതീക്ഷയുണ്ട്, ഇവിടെ നേമത്ത് നല്ല പ്രതീക്ഷയുണ്ട്. അങ്ങനെ BJPക്ക് പ്രതീക്ഷയുള്ള മണ്ഡലങ്ങൾ മാത്രമേ ഉള്ളൂ തിരുവനന്തപുരത്ത്. എന്തിനു പറയുന്നു, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്താ പ്രതീക്ഷ? ആറ്റിങ്ങൽ പ്രതീക്ഷയുണ്ട്, തിരുവനന്തപുരം പ്രതീക്ഷയുണ്ട്, അങ്ങനെ പല പല മണ്ഡലങ്ങൾ. ഇപ്പോൾ പാലക്കാട് മലമ്പുഴ പ്രതീക്ഷയുണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. അത് VS അച്യുതാനന്ദൻ്റെ മണ്ഡലമാണ്. മലമ്പുഴ പ്രതീക്ഷ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാത്തും പ്രതീക്ഷകളൊക്കെ ഉണ്ട്. ഈ പ്രതീക്ഷകൾ ഉള്ള മണ്ഡലങ്ങളൊന്നും കിട്ടാറില്ല. കാരണം അവിടെ കൃത്യമായിട്ട് BJPക്ക് അവിടെ പ്രതീക്ഷ ഉണ്ടെന്ന് പറഞ്ഞ് അവിടുത്തെ പ്രതിപക്ഷ പാർട്ടികൾ SDP-യും എല്ലാം ഒന്നിച്ചു കൂടി ഉള്ള പാർട്ടിയുടെ ആ ലിസ്റ്റ് SDP മുൻകൂട്ടി തയ്യാറാക്കിയിട്ട് പോകും. പ്രതീക്ഷയില്ലാത്ത മണ്ഡലങ്ങളിലാണ് BJP ജയിക്കുന്നത്. അതുകൊണ്ട് തിരുവനന്തപുരം നഗരസഭയിൽ BJPക്ക് അടുത്ത തവണ ഭരണം പിടിക്കണമെങ്കിൽ SDP-A എന്ന് പറയുന്നൊരു കടമ്പയെ അവർ മറികടക്കേണ്ടതുപോലെ. കാരണം SDP-Aക്ക് തിരുവനന്തപുരം കോർപ്പറേഷനിലെ വാർഡുകളിലുള്ള വോട്ട് ചില്ലറയൊന്നുമല്ല. ഇപ്പോൾ എൻ്റെ വാർഡിൽ തന്നെ അവർക്ക് 1500 വോട്ടുകളുണ്ട്. 1500 വോട്ടുകൾ. ആ 1500 വോട്ടുകൾ ചില്ലറ വോട്ടല്ല. ഒരു ഭരണം എങ്ങോട്ട് പോകണം, അല്ലെങ്കിൽ ഒരു കൗൺസിലർ ആരാകണമെന്ന് തീരുമാനിക്കാൻ അങ്ങോട്ടോ ഇങ്ങോട്ടോ അതിനുള്ള കഴിവ് അവർക്കുണ്ട്. അപ്പോൾ അത് BJPക്ക് ഒരു വെല്ലുവിളിയാണ്. അതിനെയൊക്കെ ഓവർകം ചെയ്ത് ഈ പന്തയത്തിൽ എങ്ങനെ ശോഭാ സുരേന്ദ്രൻ ജയിക്കുമെന്ന് നമുക്ക് കണ്ടറിയാം.